ലിപ്സോൺ സഫാരിയുടെ സഫാരി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലർക്കും ഈ ടൗൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടിപ്പു സുൽത്താൻ ബത്തേരിയിലൂടെ സുൽത്താനുള്ള പേര് ടിപ്പു എന്നുള്ളത് കൂടി കൂട്ടിയാണ് അത് ടിപ്പു സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പല ആളുകളും വെറും ബത്തേരി എന്ന് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ടിപ്പുവിനെയും സുൽത്താനെയും വെട്ടിയിട്ടുണ്ട്. ടൂറിസ്റ്റ് വന്ന് കാണാം. വിജയ ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാനന്തവാടിയിൽ നിന്നും നമ്മൾ പോകുന്നത് നേരെ സുൽത്താൻ ബത്തേരിയിലേക്കാണ്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി ടൗണിൽ രാവിലെ 6:30 ടൈമിലുള്ള കാഴ്ചകളാണ്. ഇന്ന് ഒരു റിപ്പബ്ലിക് ദിവസമാണ്. അപ്പോൾ രാവിലെ ഫോണെടുത്ത് നോക്കുമ്പോൾ നമ്മളുടെ കമ്പനികളിൽ നിന്നൊക്കെ റിപ്പബ്ലിക് ഡേൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ആ കടയിൽ നിന്നൊരു ചായ കുടിച്ചു. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്, കോട ഇറങ്ങി നിൽക്കുന്നുണ്ട. അപ്പോൾ കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു. ഇപ്പോൾ ചായക്കടക്കാരവിടെ നിന്ന് ഒരു ചായയും കുടിച്ചു. ബോട്ടിൽ കുറച്ച് ചുടുവെള്ളം തന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ടൂറിസ്റ്റ് ഹോം കാണാം. ഇവിടെ ആയിരുന്നു ഇന്നലെ ഞാൻ അന്തി ഉറങ്ങിയത്. ഇവിടെ ഒരു ബഡ്ജറ്റ് റൂമുണ്ട്, അതിൻ്റെ ഒരു വിശേഷം പറയാനാണ്. സുൽത്താൻ ബത്തേരി വന്നിരിക്കുന്ന ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മുറികൾ വാടകയ്ക്ക് പോകണം. ശ്രീകൃഷ്ണ ലോഡ്ജാണ്. റൂംസ് അവൈലബിൾ ഫോർ റെൻ്റ് ഓൺ ഡെയിലി മന്ത്ലി ബേസിസ്. ഇവിടെ 200 രൂപക്ക് ഒരു റൂം എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ മുകളിലേക്ക് ഇതിൻ്റെ കയറി ഇതിൻ്റെ കോർണറിൽ ഇതാണ് ആ റൂം. മുത്തങ്ങയിലേക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ, ഒറ്റയ്ക്ക് വരുന്ന ആളുകൾ, സിംഗിളായി വരുന്ന ആളുകൾക്ക് ഇത് വേണമെങ്കിൽ ഉപകാരപ്പെടുത്താം. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, നല്ലൊരു രാത്രിയൊക്കെ കിടക്കാം. ബാത്റൂം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന ആളുകൾക്ക് വേണമെന്നെങ്കിൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം. അതിനുവേണ്ടിയാണ് സഫാരി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, മുത്തങ്ങയിലെ വിശേഷങ്ങളും കൂടി ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി. ആവശ്യക്കാർ, താല്പര്യമുള്ളവർ ഇത് ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഇവിടെ ചുടുവെള്ളം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്തത് ചായ കുടിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഷോപ്പിൽ നിന്ന് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം മേടിച്ചിട്ട് നമ്മളിത് വെച്ച് കുളിക്കുക. ഓക്കെ, സുൽത്താൻ ബത്തേരിയിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ്. അതുപോലെ മാനന്തവാടിയിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇവിടെ കാണാം. സുൽത്താൻ ബത്തേരി നഗരസഭയുടെ പാതയോരങ്ങൾ സുന്ദരമാക്കുന്നതിന് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി സജ്ജമാക്കുന്ന സ്നേഹാരാമം. ഈ റൂട്ടാണ് KSRTC റൂട്ട്. അപ്പോൾ KSRTC റൂട്ടിലൂടെ KSRTC സ്റ്റാൻഡിലേക്കാണ് സഫാരി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികം കിലോമീറ്ററൊന്നുമില്ല, ഒരു 250 മീറ്ററാണ് ആകെ ഉള്ളത്. ടൗണിൽ നിന്നല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്ന്. ഇവിടെയൊക്കെ റൂംസ്, ഫ്രഷപ്പൊക്കെ സൗകര്യങ്ങളുണ്ട്. ഏകദേശം സിംഗിൾ റൂമിന് 400 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്. അവിടെയാണ് ഞാൻ 200 രൂപക്ക് റൂം എടുക്കാൻ വരുന്ന ആളുകൾക്ക് 200 രൂപക്ക് റൂം എടുത്ത് താമസിച്ചത്.
നല്ല മഞ്ഞുണ്ട്, കോടയുണ്ട്. ഇവിടെ സ്ഥിരം കാഴ്ചയായിരിക്കും. പക്ഷേ ഈ കോടയിൽ നമ്മൾ നടക്കാന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ശാരീരികമായ ഉണർവ്, മാനസികമായ ഉണർവ്, അതുപോലെ ആത്മീയമായ ഒരു ഉണർവ്. ആ പട്ടി നമ്മുടെ നേരെ വന്ന് കോഴിക്കോട് ബസ് KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന കാഴ്ച. അപ്പോൾ പറഞ്ഞു വന്നത് കോടയിലൂടെ ഈ രാവിലെ ഈ സമയം 6:30 മുതൽ 7 മണി വരെയുള്ള ആ ടൈമാണ്. ഈ സമയത്ത് ഇങ്ങനെ നല്ല നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിനും മനസ്സിനും ആത്മീയതമായ ഒരു ഉണർവൊക്കെ കിട്ടും. ഇവിടെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഇവിടെ അടുത്താണ്. ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ, വയോജനങ്ങൾക്കുള്ള വെറ്റിനറി, പോളിക്ലിനിക്ക്. മറ്റൊരു വേറിട്ട കാഴ്ച ഉണ്ടോ, ഈ ചില്ലയില്ല ലീഫ് ഇലയില്ല മരങ്ങൾ, ഒരു ബോട്ടിൽ ആർട്ടുകൾ ചെയ്തിരിക്കുന്നു. ഇത് സിവിൽ സ്റ്റേഷൻ സുൽത്താൻ ബത്തേരി. മൃഗ സംരക്ഷണ പരിശീലന കേന്ദ്രം വയനാട് സുൽത്താൻ ബത്തേരി. വിശപ്പ് രഹിത കേരളത്തിൻ്റെ സുഭിക്ഷ ഹോട്ടൽ. പിന്നെ ഇന്നലെ വൈകുന്നേരം സഫാരി ഭക്ഷണം കഴിച്ചത് ഈ ബസ് റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. KSRTC ബസ്സിന് ഒരു റെസ്റ്റോറൻ്റാക്കി മാറ്റുന്നതാണ് ബസ് റെസ്റ്റോറൻറ്റ്. പിന്നെ നല്ല ഫുഡായിരുന്നു. കുറച്ച് മീനിൻ്റെ സാലമാണ്, അതുപോലെ പൊറോട്ടയാണ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. KSRTC സ്റ്റാൻഡിൽ, സുൽത്താൻ ബത്തേരി KSRTC സ്റ്റാൻഡിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കോട്ടക്കുന്നാണ് കാണുന്നത്. ഞാൻ സ്റ്റാൻഡിൽ പോയിട്ടാണ് കയറി. രാവിലെ 7:15 ഗുണ്ടൽപേട്ട് വഴി ഗുണ്ടൽപേട്ടിലേക്കുള്ള ബസ്സിലാണ് കയറുക. അല്ലെങ്കിൽ പൊൻകുഴി ക്ഷേത്രത്തിലേക്കുള്ള ബസ് കയറിയാലും മുത്തങ്ങ കവർ ചെയ്യാം. അപ്പോൾ ഞാൻ ഗുണ്ടൽപേട്ട വഴി ഫുള്ള് യാത്രയാണ് എടുക്കുന്നത്. സ്റ്റാർട്ടായിട്ടുണ്ട്. 7:15, 7:18 ബസ് എടുക്കാൻ. കാരണം ബസ്സിനെ ലോക്ക് ചെയ്ത് മറ്റൊരു ബസ്, ഒരു തിരുവനന്തപുരം ബസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുൽത്താൻ ബത്തേരിയിൽ തന്നെ രാവിലത്തെ കോട നല്ല തണുപ്പാണ് നമുക്ക് ചെയ്യുന്നത്. പിന്നെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചായ രാവിലെ കുടിച്ചാണല്ലോ. പിന്നെ ബസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു നൂൽപുട്ട് കഴിച്ച്, അതുപോലെ നല്ല ചൂടുള്ള വെള്ളവും കുടിച്ച്. പിന്നെ ഈ ബസ്സിൻ്റെ ടൈം ശരിയാകാത്തതുകൊണ്ട് അത് സ്പീഡിൽ കഴിച്ചു, ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല. 230 രൂപ ഒരു കിലോ പീസ്, അതുപോലെ 12 രൂപ ഒരു ഇടിയപ്പം, നൂൽപുട്ടിനുമൊക്കെ. ടിക്കറ്റ് 71 രൂപയാണ് സുൽത്താൻ ബത്തേരി ടു ഗുണ്ടൽപേട്ട്. പാലക്കാട് ജില്ലയിൽ കൊപ്പത്തിനടുത്തൊരു മുളയങ്കാവ് ഉണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഇവിടെ ഒരു മൂലങ്കാവ് കാണാം. ഓരോരോ സ്ഥലങ്ങളുടെ പേര് എത്രമാത്രം ടച്ചിങ് ആണ് നോക്കാം. മൂലങ്കാവ് GHSS, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ബസ് വെയിറ്റിംഗ് ഷെഡ്. ഒരു വനാതുരത്വം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് ആയപ്പോഴൊക്കെ. വനാതുരത്വം മാത്രമല്ല, ഇതൊരു വനം തന്നെയാണ്. പിന്നെ മനസ്സിലായി ഇവിടെ വൈൽഡ് ലൈഫിൻ്റെ ബോർഡുകളൊക്കെ മനസ്സിലായി. ഏകദേശം വനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. മൂലങ്കാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബസ് നേരെ വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ നായ്ക്കട്ടിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചെറിയ ഒരു പട്ടം. നായ്ക്കട്ടി. കല്ലൂർ ടൗണാണ് കാണുന്നത്. അധികം ചർച്ചുകളുണ്ട്. കാനം രാജേന്ദ്രനുള്ള ഒരു ആദരാഞ്ജലി ഫ്ലക്സ് ഇവിടെ. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുണ്ട്. ഇവിടെയുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, മുസ്ലിം പള്ളിയും അതുപോലെ ചർച്ചുകളൊക്കെ അടുത്തടുത്തുണ്ടാവുന്നു. വയനാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 3-4 സ്ഥലത്താണ് എനിക്കിത് അനുഭവപ്പെടുന്നത്. പാടവരമ്പങ്ങൾ, വയൽനാട് എന്ന് പറഞ്ഞാൽ തന്നെ വയൽനാടാണല്ലോ, വയലുകൾ. ആ വയലുകളിലൊക്കെ
കോട കെട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ദൂരേക്കൊന്നും കാണുന്നേ ഇല്ല, ഈ അടുത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെയാണ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നമ്പിക്കൊല്ലി ഊട്ടി റോഡ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണാൻ വരുന്ന ആളുകൾക്കുള്ള റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മുത്തങ്ങ വഴിയുള്ള യാത്രയാണ്. മുത്തങ്ങ മുത്തങ്ങയിൽ സ്റ്റോപ്പുണ്ട്. ഏകദേശം പകുതിയോളം ആളുകൾ മുത്തങ്ങയിൽ ഇറങ്ങുന്നുണ്ട്. ബസ് മുത്തങ്ങയിൽ ഇറങ്ങുന്നില്ല, കാരണം ഒറ്റ ദിവസം മാത്രമാണ് നമുക്കുള്ളത്. ഇന്ന് തന്നെ മടങ്ങിയെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മുത്തങ്ങയിൽ ഇറങ്ങാതെ മുത്തങ്ങ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ മാർട്ട് മുത്തങ്ങ. പുത്തരി അറിവകം മുത്തങ്ങ സ്റ്റോർ. മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടിലേക്കുള്ള ഇവിടെ യാത്രക്കാരൊക്കെ കാറ് നിർത്തിയതായിട്ട് കാണാം. സഫാരി ചെയ്യുന്ന ജീപ്പുകളാണിത്. ഇവിടെ യാത്രക്കാരെല്ലാം സഞ്ചാരികളെല്ലാം ഈ ടൈമിൽ എത്തിയിട്ടുണ്ട്. വാനുകളിലായിട്ടും കാറുകളിലായിട്ടും അതുപോലെ മറ്റുള്ള ടാക്സികളിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാണാം. മാനസികമായി നല്ല ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾക്ക് ആ സ്ട്രെസ് ഇല്ലാതിരിക്കാൻ പറ്റുന്ന നല്ലൊരു സഫാരി തന്നെയാവും ഈ മുത്തങ്ങ സഫാരി. അതുപോലെ ഗുണ്ടൽപേട്ടിലേക്കുള്ള യാത്രയെല്ലാം. ഒരുപാട് ട്രക്കുകൾ ഇവിടെ. ചെക്ക് പോസ്റ്റ്, വേസ്റ്റുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഇത് സംസ്കരിച്ചിട്ടില്ല. പഞ്ചായത്ത് ഏർത്തങ്ങനെ വലിയ തെറ്റ് സംഭവിച്ചു. ഇതൊക്കെ സംസ്കരിക്കേണ്ടതാണ്. ഊട്ടിയുടെ അത്ര തണുപ്പില്ല എങ്കിൽ കൂടി അതിൻ്റെ ഒരു പകുതി തണുപ്പാണ്. മാൻകൂട്ടം കാണാം. മൃഗശാലയിൽ പോയി മാൻകൂട്ടം കാണുമ്പോൾ നിർത്തിയിട്ടുള്ളവർക്ക് ഇവിടെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടെ മേയുന്ന മാൻകൂട്ടങ്ങളെയാണ്. ശ്രീരാമക്ഷേത്രം, വലിയ വയനാട് വന്യജീവി സങ്കേതം. നമ്മൾ കർണാടകയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഗുണ്ടൽപേട്ടയ്ക്ക് 36 കിലോമീറ്ററും മഞ്ചംകുണ്ടിക്ക് 72 കിലോമീറ്ററുമാണ് അവിടെ. ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ടിലേക്കാണ് ഇനി നമ്മൾ അതിൻ്റെ കാഴ്ചകൾ. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാർക്കിങ്, പിക്നിക്ക്, ഫോട്ടോ, ലെറ്ററിങ് ഒന്നും പറ്റൂല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ചിതൽക്കുട്ടികളുടെ ആകർഷണീയമാണ്. തീ കത്തിയമർന്ന ഒരു ദൃശ്യം കാണുന്നുണ്ട്. മരങ്ങളൊക്കെ ഉണങ്ങിയ സമയത്തോടൊക്കെ തീയപ്പെടുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് ഗുണ്ടൽപേട്ട എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് കാണാം പാടങ്ങളിലൊക്കെ നല്ല കൃഷികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലം കായ്ച്ചതുണ്ട്. അതുപോലെ സൂര്യകാന്തി പൂക്കൾ വിടർന്നു നിൽക്കുന്ന പാടങ്ങളുണ്ട്. എല്ലാം
ഗുണ്ടൽപേട്ട് ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ചെക്ക് പോസ്റ്റ്. നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടിൻ്റെ ഗ്രാമാന്തരങ്ങളിലൂടെയുള്ള ഒരു സഫറാണ്. അവിടെയുള്ള സ്ട്രീറ്റ് തെരുവ് ജീവിതങ്ങൾ ആണ് കാണിക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ ഷോപ്പുകൾ, സ്കൂള്, അങ്ങനെ ഇവിടുത്തെ സ്കൂള് കെട്ടിടം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ, അതിൻ്റെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഈ ചേച്ചി അക്ക ഇവിടെ ഷോപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്. തെരുവുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അധികം സ്ഥലങ്ങളില്ല. അപ്പോൾ അവർക്ക് ഇതുപോലെ ഒരു സ്ലാബ് വാർത്തിട്ടൊക്കെ അവരുടെ വേസ്റ്റ് വെള്ളവും എല്ലാം സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ അടിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ രാംലല്ലയുടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഫ്രീ സ്കൂളാണിത്. ഇവരുടെ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അങ്ങനെയുള്ള ഷോപ്പ്. റിപ്പബ്ലിക് ഡേ ഗുണ്ടൽപേട്ടിലുള്ള ഒരു കാഴ്ചയാണത്. പിന്നെ ഗുണ്ടൽപേട്ടിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് ബസ് ഉണ്ട് കേട്ടോ. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, താമരശ്ശേരി, കോഴിക്കോട്. ഗുണ്ടൽപേട്ടിൽ നിന്ന് മൈസൂരിലേക്കുള്ള സഫാരിയുടെ സഫറാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ബാംഗ്ലൂർ റോഡ് വലിയ റോഡ്, അത് കഴിഞ്ഞ് ഊട്ടി റോഡാണ്. മൈസൂർ ഗാർബേജ് ജംഗ്ഷനാണ്. സർക്കിൾ തിരിഞ്ഞ് റൗണ്ട് അടിച്ചാണ്. അഞ്ചുംകുണ്ട് റൂട്ടിലൂടെയാണ് നമ്മൾ വന്നുള്ളത്. ഇത് വിശ്വമാനവ പാർക്കാണ്. ഗ്രൗണ്ടുണ്ട്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണ്ടി പാർക്കിംഗ് സൗകര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാംഗ്ലൂർ ടൗണിൽ മൈസൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ്. മൈസൂർ ബസ് സ്റ്റാൻഡാണിത്. ഇനി വെള്ളിയാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ അടുത്തത് നമുക്ക് ഒരു മസ്ജിദ് കണ്ടുപിടിക്കണം. മസ്ജിദ്
ടൗണിൻ്റെ വിശേഷമാണ്. കുറച്ച് തിരക്കുണ്ട്. ബസ്സുകളിലൊക്കെ നിറയെ ആളുകളാണ്. ഇവിടെയാണ് ഹുനാസൂർ, കുശാൽ നഗർ, മടിക്കേരി, വിരാജ്പേട്, മാംഗ്ലൂർ, കാരാവാർ. മൈസൂർ, ബാംഗ്ലൂർ ബസ് കിട്ടും. അതെവിടെ ഇപ്പോഴും ഇവിടെ ഉണ്ടാവും. ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. മൈസൂർ ടൗൺ കർണാടകയുടെ KSRTC ബസ് സ്റ്റാൻഡിൽ സമീപമുള്ള കാഴ്ചകൾ. 2013 ഇതിലൂടെ നമ്മൾ സഫാർ നടത്തിയിരുന്നു. അന്നത്തെ കാലം ഒരുപാട് വ്യത്യാസങ്ങൾ കാണാനുണ്ട്. ഗവൺമെൻറ് മ്യൂസിയം, അകലെ ഒരു മസ്ജിദ് കാണാം. ആ മസ്ജിദ് ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ സഫാരി നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ദൂരമുണ്ട്. ബാബ ഖാൻ ജ്യൂസ് സർബത്ത് സെൻറ്റർ, കർണ 15, ഫലൂദ 15, ലസ്സി 20, ബംഗാളി സർബത്ത് 20. മൈസൂരിലെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. ടൗണിൽ പോകുമ്പോഴുള്ള തിരക്കുകളാണ്. രാവിലത്തെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ച തിരിഞ്ഞ ടൈമാണ്. നല്ല തിരക്കാണ്. ഡ്രസ്സുകളുടെ അവിടെ, അതുപോലെ ഫാൻസികളുടെ അവിടെ എല്ലാം നല്ല തിരക്കാണ്. ₹10 രൂപയാണ് അതിന്. ഇങ്ങോട്ടാണ് മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റിൽ പോകാൻ ടൈമില്ല. അജാന തിരക്കാണ്. മണ്ണാർ ടെക്സ്റ്റൈൽസ് നല്ല തിരക്കാണ്. ആളുകൾ കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുന്നു. എല്ലാം 10 രൂപ. ലെമണ്, പൈനാപ്പിൾ, ഗ്രേപ്സ് ബാക്കി 15, 20. ഇതാണ് മൈസൂർ മാർക്കറ്റിൻ്റെ നല്ല ഒരു രൂപം. മൈസൂർ ടു മാംഗ്ലൂർ യാത്രയിലാണ് ഇപ്പോൾ സഫാരി ഉള്ളത്. വെള്ളിപ്പാടങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. മൈസൂർ കഴിഞ്ഞിട്ട് ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രിയിലെ കൊടകിൻ്റെ മടിക്കേരി
ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാം. വാഹനം നിർത്തിയിട്ട് കാഴ്ച ആസ്വദിക്കുന്നവർ, ഫുഡ് കഴിക്കാൻ പോയവരെല്ലാം ഉണ്ട്.